സ്വർഗത്തിലെ ദൈവം എനിക്ക് വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഏതാണ്ട് 3.5 വർഷക്കാലം മുമ്പ് എന്റെ ഉപജീവനത്തിന് മേൽ ശത്രു പോരാടിയപ്പോൾ അതിശക്തമായി അത്ഭുതകരമായി ദൈവം എന്നെ വിടുവിച്ച ഒരു സാക്ഷ്യം പറയാനായിട്ട് 3.5 വർഷക്കാലം മുമ്പ് ദൈവം എന്നെ യോഗ്യനാക്കി. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഹല്ലേലൂയ എന്റെ പ്രാണന്റെ മേൽ ശത്രു പോരാടിയപ്പോൾ ഹല്ലേലൂയ ഇയ്യോബിനും അവരുടെ സകലത്തെയും വേലികെട്ടി ദൈവം പരിപാലിച്ചതുപോലെ എന്റെ പ്രാണന് ചുറ്റും എന്റെ ദൈവം വേലികെട്ടി ശത്രുവിന്റെ പോരാട്ടത്തിൽ നിന്ന് വിടുവിച്ച ഒരു സാക്ഷ്യം പറയാനാണ്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ 3-4 ആഴ്ചക്കാലമായി അവന്റെ നേർന്ന ചില നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ ദൈവം അതിന്റെ മേലെ ഞാൻ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ദൈവം ഓരോരുത്തർക്കായിട്ട് വിടുതൽ കൊടുക്കുവാനായിട്ട് തുടങ്ങി. എന്റെ ഷെഡ്യൂൾ ദിവസവും രാവിലെ 6:30 ഞാൻ വണ്ടിയിൽ കയറി എന്റെ ജീവിത പങ്കാളിയെ അൽക്കൂസിലെ ഓഫീസിൽ കൊണ്ട് വിട്ടതിന് ശേഷം തിരിച്ച് ഷാർജ ഹമരിയ ഫ്രീസോണിലേക്ക് എനിക്ക് 1 മണിക്കൂറിന് ഡ്രൈവ് ഉണ്ട്. ഈ 1 മണിക്കൂർ സമയം നേരത്തെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമായി ചെലവാക്കുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 3 ആഴ്ചക്കാലമായിട്ട് ഈ 1 മണിക്കൂർ സമയം ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീര് ഒഴിച്ച് എന്റെ ഹൃദയ വിളക്ക് തെളിക്കും ഞാൻ ശരിക്കും എന്റെ കണ്ണുനീര് ഒഴിച്ച് എന്റെ ഹൃദയ കണ്ണ് പ്രകാശിപ്പിക്കുകയായിരുന്നു. ശരിക്കും ഞാൻ കരഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് ഈ 1 മണിക്കൂർ സമയം എന്റെ യേശുവിനെ വിളിച്ച്. എന്റെ എന്താ വിഷയമെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ യേശുവിനോട് പറ്റിച്ചേരുവാനായിട്ട് വളരെ വാഞ്ചയോടെ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ വിഷയം എൻ്റെ പ്രിയ പാസ്റ്ററോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞ് ഇതൊരു നല്ല സൈനാണ്, ഇത് ദൈവം എന്തോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. എന്നാൽ കഴിഞ്ഞ 7-ാം തീയതി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം രാവിലെ എനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് രാവിലെ ഞാൻ എന്നും ചെയ്യുന്ന പോലെ രാവിലെ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഓഫീസിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞിട്ട് ആ 1 മണിക്കൂർ സമയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് മാറ്റിവെച്ചപ്പോൾ പക്ഷെ അന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ശത്രുവായവൻ എൻ്റെ മനസ്സിലൊരു ചിന്ത കൊണ്ടുവന്നു, ഇന്ന് നീ മാത്രമല്ല നിന്റെ കൂടെ നിന്റെ ജനറൽ മാനേജറും ഉണ്ട്, അപ്പോൾ നിനക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചു, എന്നെ വളരെ കീറി മുറിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ ആ 1 മണിക്കൂറിനിടയ്ക്ക് പല സമയങ്ങളിലും എൻ്റെ ദൈവത്തോടൊന്ന് ബന്ധപ്പെടുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ശത്രുവായവൻ എൻ്റെ ഹൃദയക്കണ്ണ് പ്രകാശിപ്പിക്കാൻ അന്ന് സാധിപ്പിച്ചില്ല. അവൻ എൻ്റെ കണ്ണുനീർ ഗ്രന്ഥികളെ അടച്ചു കളഞ്ഞു. എനിക്കന്ന് കരയാനോ പ്രാർത്ഥിക്കാനോ കഴിഞ്ഞില്ല. ഓഫീസിൽ ചെന്നു ചില ഡോക്യുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ ജനറൽ മാനേജർ പറഞ്ഞു, നമ്മൾ ഇത്ര ദൂരം പോകുന്നതല്ലേ, നമുക്ക് വലിയ വണ്ടി എടുത്തിട്ട് പോകാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി. ഞാൻ വലിയ വണ്ടി 4-വീലർ എടുത്തു. ഞാൻ വണ്ടിയിൽ കയറി. എൻ്റെ പ്രിയ പാസ്റ്ററെ ഞാൻ വിളിച്ചു, പക്ഷെ ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ്, ഞാൻ ഇന്ന് വളരെ വേദനയോടാണ്, ഞാൻ ഇന്ന് ഇറിറ്റേറ്റഡ് ആണ്, എന്താ കുഞ്ഞെന്ന് പാസ്റ്ററിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്കറിയില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എന്നെ വിട്ടു. നീ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് കടന്നു ചെന്നു. മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു. രാത്രി 8 മണിയായ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മടങ്ങി വരുന്ന സമയത്ത് ഹല്ലേലൂയ ഏതാണ്ട് 1:30 മണിയായപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിച്ചിട്ട് വളരെ വേദനയോടെ കരയുകയാണ്. എവിടെ അച്ഛൻ എപ്പോ എത്തും? ഞാൻ പറയും, കുഞ്ഞെ 1.5 മണിക്കൂറോടെ എടുക്കും, 1.5 മണിക്കൂറോടെ നീ സഹിച്ചേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. പക്ഷെ ഈ 1.5 മണിക്കൂർ സമയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു, എന്റെ മനസ്സ് വേദനിച്ചു. ഞാൻ എൻ്റെ കൂടെ ഞാൻ ജനറൽ മാനേജരോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് കരയുന്നു, അവളിങ്ങനെ കരയാറില്ല, എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നു. ഇതിന്റെ മധ്യേ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ കിഷോർ എന്നാണ്, മഹാരാഷ്ട്രയാണ്, ഒരു ബ്രാഹ്മണാണ്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, സർ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരമുണ്ട്, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത. ഇനി 3-4 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് പോ. ഞാൻ അങ്ങനെ വന്നു. എമിറേറ്റ്സ് റോഡിൽ ഇദ്ദേഹം അജ്മാനിലാണ് താമസിക്കുന്നത്. എനിക്ക് അജ്മാനിൽ ഇദ്ദേഹത്തെ കൊണ്ട് വിട്ടിട്ട് എൻ്റെ വീട്ടിൽ മടങ്ങി വരണം. ശരിക്കും ഞാൻ എൻ്റെ വീടിൻ്റെ ഏരിയ ആയപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിൽ സ്ഥലം സൗകര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് രാവിലെ കൊണ്ട് വിട്ടാൽ മതിയായിരുന്നല്ലോ. പക്ഷേ അതിനൊരു സാഹചര്യം എനിക്ക് അനുകൂലമല്ലായിരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ നാഷണൽ പെയിന്റ് വഴി അജ്മാനിലേക്ക് വിടാനായിട്ട് പോയി. നാഷണൽ പെയിന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ടയർ ബ്ലാസ്റ്റ് ആവുകയും അത് വണ്ടി മറിയുവാനിടയായി.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും റോഡിലൂടെ റോള് ചെയ്തിട്ട് റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് ടെമ്പററി കോൺക്രീറ്റ് റോഡ് ബാരിയറിൽ ഇടിച്ചിട്ട് വീണ്ടും റോഡിലേക്ക് തന്നെ മറിയുവാനിടയായി. ഈ സമയത്ത് എൻ്റെ വാഹനത്തിനുള്ളിൽ ഇരുന്ന എൻ്റെ അവസ്ഥ ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് ചിന്തിച്ചു, ഇത് എന്തോ ഒരു സ്വപ്നം കാണുകയാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത മാത്രമാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ അല്പസമയത്തിനുള്ളിൽ എൻ്റെ കൂടെ ഇരുന്ന അയാളുടെ നിലവിളിയും ഞാൻ എൻ്റെ കാതിൽപ്പെട്ടു. എനിക്ക് മനസ്സിലായി ഇത് റിയലാണ്, ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ യേശുവേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. ഇന്ന് നമ്മുടെ സങ്കീർത്തനം എടുത്ത ദാസൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ഹല്ലേലൂയ, ഞാൻ യഹോവയുടെ ഉച്ചത്തെ നിലവിളിക്കുന്നു. ഹല്ലേലൂയ, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും എനിക്ക് ഉത്തരം അരുളി. ഹല്ലേലൂയ, അവൻ എന്നെ അവന്റെ മാറോട് ചേർത്തുകൊണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും വണ്ടി മറിയുന്ന സമയത്ത് ഞാൻ കാണുകയാണ് ഒരു അക്വേറിയത്തിനകത്ത് എങ്ങനെ ഒരു മീൻ ഓടി നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ ജനറൽ മാനേജർ വാഹനത്തിന്റെ ആ സൈഡിലും ഈ സൈഡിലും തട്ടി ആകെ നിലവിളിക്കുന്ന അവസ്ഥ ഞാൻ കാണുകയുണ്ടായി. എൻ്റെ അവസ്ഥ, ഞാൻ സ്റ്റിയറിംഗിൽ മുറുക്കെ പിടിച്ചിരുന്നു. ഞാൻ എൻ്റെ യേശുവിനെ ഉറക്കെ വിളിച്ചു. അവൻ എന്നെ മാറോട് ചേർത്ത്. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ, അവൻ എന്നെ താങ്ങി, അവൻ എന്നെ സഹായിച്ചു. അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ വാഹനത്തിന്റെ ചലനം നിന്നു. വാഹനം റോഡിലും മറിഞ്ഞു കിടന്നു. അപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ 2 ചെവികളും പൊത്തി ഒരു കൊച്ചു കുടലിനകത്ത് എങ്ങനെ കുഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇപ്രകാരം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, എന്നെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ ഞാൻ വീണിട്ടില്ല. ഈ 2 കാലുകളും എൻ്റെ തറയിൽ ഉറച്ച് ഞാൻ നിൽക്കുക. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ട് ഞാൻ എവിടെ, എൻ്റെ സീറ്റ് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല എവിടെയാണെന്നുള്ള. പക്ഷെ എൻ്റെ ദൈവം എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നോട് കൂടെയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഞാൻ നോക്കിയപ്പോൾ 2 കാലുകളും സീറ്റിന്റെ പുറകിൽ തലകീഴായിട്ട് തൂങ്ങി. ഹല്ലേലൂയ, പുള്ളി പുഷ്ബാക്കി ചെയ്തിട്ട് സീറ്റിന്റെ ഇടയിൽ പെടലി അമങ്ങി നിലവിളിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണാനിടയായി. ഹല്ലേലൂയ, അയാൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, അലക്സ്, നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുപോലെ എൻ്റെ ഭവനത്തിലെ അവസ്ഥ ഞാൻ പറയുന്നത്, നാട്ടിൽ എൻ്റെ മാതാവ് ഈ ദിവസമായിട്ട് വളരെ ഭാരത്തിലായിരുന്നു. എൻ്റെ സഹോദരി എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയിൽ വളരെ ഭാരത്തിലായിരുന്നു. ഇവിടെ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ 1-2 പേര് അവരെന്നോട് പറഞ്ഞു. ഒരു സഹോദരൻ ഇപ്രകാരം കാണുകയുണ്ടായി, അവന്റെ വാഹനത്തിന് ടയർ ബ്ലാസ്റ്റായി അപകടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൻ വാഹനം ഓടിച്ചില്ല. പക്ഷെ ഞാൻ അന്ന് രാവിലെ ഇത് വിളിച്ച് പറയുമ്പോൾ, എൻ്റെ അലക്സ്, ഇത് നിനക്ക് ഭവിച്ചല്ലോ എന്ന് പറയാനിടയായി. എന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവനെ മാറോടെ ചേർത്ത് എൻ്റെ ദൈവം കാലത്തിന്റെ ഉള്ളക്കരങ്ങളിൽ എന്നെ വഹിച്ചു. ഞാൻ വീണ്ടും പോകാവുന്ന സ്ഥലങ്ങളിൽ അവൻ എന്നെ കാത്തു. ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിച്ചു, മുഖം ലജ്ജിച്ചു പോകാതുമല്ല. ഞാൻ ഹല്ലേലൂയ, അപകടമെല്ലാം കഴിഞ്ഞു. ആരോ അറബികളൊക്കെ കൊണ്ട് ഞങ്ങളെ പൊക്കിയെടുത്ത് വെളിയിലിറക്കി. ഹല്ലേലൂയ, വെളിയിലിറക്കി ഞാൻ നോക്കുമ്പോൾ പ്രിയ സഹോദരൻ ചോര ഒളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഹല്ലേലൂയ, ആരൊക്കെ എന്നെ പിടിച്ച ഒരിടത്ത് ഇരുത്തി. ഞാൻ നിൽക്കുമ്പോൾ പറയും, നീ നിൽക്കരുത്, ഇരിക്കും, ഇപ്പൊ പോലീസ് വരും. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ എന്നൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ, ഇന്നു മുതൽ എൻ്റെ ജീവിതം എൻ്റെ യഹോവയ്ക്ക് മാത്രം. ഹല്ലേലൂയ, എനിക്കൊന്നുമല്ല വലുത്, എൻ്റെ യഹോവ എനിക്ക് വലുത്. കാരണം അവിടെ വെച്ച് എന്ത് സംഭവിക്കാമായിരുന്നു, എന്ത് സംഭവിച്ചാണ് ഈ ലോകത്തിന് മാറ്റപ്പെടാവുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം എന്നെ താങ്ങി. എന്നെ ഹല്ലേലൂയ, എൻ്റെ കണ്ണുനീര് അവൻ കണ്ടു, എൻ്റെ നിലവിളി അവൻ കേട്ടു. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവൻ എനിക്ക് ഉത്തരം അരുളി. ഹല്ലേലൂയ, എന്നെ മാറോട് ചേർത്ത് എൻ്റെ ദൈവം, എൻ്റെ സിഷ്ടായുസ് എൻ്റെ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിക്കുക. എൻ്റെ ദൈവത്തിന്റെ വേലകളെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ എൻ്റെ മാതാവ് എന്നെ പ്രാർത്ഥിച്ചു വിടുമായിരുന്നു. പക്ഷെ അന്ന് രാവിലെ എൻ്റെ മാതാവിനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അല്പം ധൃതി വെച്ച് പോകുന്നതുകൊണ്ട് മാതാവിനെ എന്നെ കാണാൻ കഴിയുന്നില്ല. അതിലൊരു വലിയ ഭാരമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം മടക്കി സന്തോഷത്തോടെ 2 കാലും 2 കൈകളും പ്രാണനുമായി എന്നെ ഭാരത്തിൽ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവനാമത്തിൽ നന്ദി അറിയുന്നു. അതിനോടൊപ്പം എൻ്റെ പ്രിയ പാസ്റ്റർ, ഹല്ലേലൂയ, എൻ്റെ ഇടയൻ, എന്നെ നടത്തുന്ന എന്നെ ഹല്ലേലൂയ അഡ്വൈസ് ചെയ്ത് എന്നെ നടത്തുന്ന എൻ്റെ പാസ്റ്റർ, ഹല്ലേലൂയ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ പാസ്റ്ററിന്റെ കുടുംബത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രിയദാസൻ 5:30 ആയപ്പോൾ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. ഹല്ലേലൂയ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പ്രിയദാസൻ എന്നെ കാണാൻ വന്നു. പക്ഷെ ഞങ്ങൾക്ക് ചില കുഴപ്പങ്ങൾ കാരണം കാണാൻ പറ്റില്ല. എന്നാലും ആ സ്നേഹത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നന്ദി പറയുന്നു. പാസ്റ്റർ, ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാണ്.